പുതുച്ചേരി സംസ്ഥാനതല അന്താരാഷ്ട്ര സഹകരണ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം സഹകരണ ഗ്രാമ പദവി നേടിയ മാഹിയിൽ വെച്ച് നടന്നു. പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി സഹകരണ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്താകെയുള്ള സഹകരണ സ്ഥാപനങ്ങളിലൂടെ എല്ലാവർക്കും മികച്ച സേവനവും ഭാവിയും കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് 2025 വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വേളയിൽ പുതുച്ചേരി സംസ്ഥാനതല അന്താരാഷ്ട്ര സഹകരണ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം സഹകരണ ഗ്രാമ പദവി നേടിയ മയ്യഴിയിൽ വെച്ച് നടന്നു. പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി സഹകരണ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. கூட்டுறவு சங்கங்கள் சிறப்பாக நடந்து கொண்டிருக்கின்ற ஒரு பிராந்தியமாகும். மொத்தம் 41 கூட்டுறவு சங்கங்கள், 33 சங்கங்கள் தேர்ந்தெடுக்கப்பட்ட உறுப்பினர் நிர்வாகம் செய்யப்படுகிறது. கூட்டுறவு தத்துவமே அதான். கூட்டுறவு மெம்பர்ஸ் அவங்க யாராவது இருக்காங்களோ அவங்க தேர்ந்தெடுக்கப்பட்டு அந்த பாடி தான் அந்த உறுப்பினர் கொண்ட நிர்வாகம் அங்கே இருக்கணும். அதிகார நிர்வாகம் இருக்காது. இதெல்லாம் கூட்டுறவு முக்கியமான ஒரு அவங்க தான் இருக்கணும். அவங்க மூலமாக வளர்ச்சியை கொண்டு வரணும். பொதுவாக கூட்டுறவை நாட்டு உயர்வுன்னு சொல்லுவாங்க. கூட்டுறவு மூலமாக எதையும் சாதிக்கலாம். மக்களுடைய பொருளாதாரத்தை உயர்த்தலாம், வேலை வாய்ப்பினை கொடுக்கலாம். பல தொழில்கள் கூட்டுறவுமாக இந்த உறுப்பினர் மூலமாக தொடங்கப்படலாம். கூட்டுறவு சங்கம் மூலமாக கடன் வசதி கொடுக்கலாம். குறிப்பாக விவசாயிகளுக்கு கடன் கொடுக்கலாம். விவசாயிகள் நிறைய கடன் வெளியில் வாங்குவாங்க. அவங்க கட்ட முடியாது, நிறைய வெட்டி போயிட்டாங்க, இன்ட்ரெஸ்ட் அதிகமாக. ஆனால் கூட்டுறவு சங்கங்கள் மூலமாக அந்த கடன் வசதி மக்கள் விவசாயிகளுக்கு கிடைக்கும். മയ്യഴിയിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനവും വളർച്ചയും മുൻനിർത്തിയാണ് ഇത്രയും വലിയ പരിപാടി മയ്യഴിയിൽ വെച്ച് നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. മയ്യഴിയിലെ സഹകരണ പ്രസ്ഥാനത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരവും ഇത് തന്നെയാണ്. രാവിലെ 10:30 മാഹി കോപ്പറേറ്റീവ് കോളേജിലെ പുതിയ അക്കാഡമിക് ബ്ലോക്കിന്റെ പുതുതായി നിർമ്മിക്കുന്ന ശിലാസ്ഥാപനവും അതോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് മുഖ്യമന്ത്രി മാഹിയിലെ പൊതു കാര്യക്ഷമമാക്കുന്നതിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. മാഹി കോപ്പറേറ്റീവ് ട്രാൻസ്പോർട്ട് സൊസൈറ്റിയുടെ 2 പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫും മാഹി സഹകരണ ബാങ്ക് പള്ളൂർ എത്ത സിവിൽ ബിൽഡിംഗിൽ ആരംഭിക്കുന്ന ജനസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മാഹി ഇ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി നിർവഹിച്ചു. മയ്യഴിയിലെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തന മേഖലയിലും സാമ്പത്തിക നേട്ടത്തിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ടെക്നോളജി എന്നീ സ്ഥാപനങ്ങളുടെ മാതൃ സൊസൈറ്റിയായ മാഹി കോപ്പറേറ്റീവ് സെന്റർ ഫോർ ഇൻഫർമേഷൻ ടെക്നോളജിക്കുള്ള ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് 2025 മുഖ്യമന്ത്രി ചടങ്ങിൽ സ്ഥാപന പ്രസിഡന്റ് സജിത് നാരായണന് കൈമാറി. അന്താരാഷ്ട്ര സഹകരണ വർഷാഘോഷ കമ്മിറ്റി ചെയർമാനും മുൻ പുതുച്ചേരി ആഭ്യന്തരമന്ത്രിയും സഹകരണ സ്ഥാപനങ്ങളുടെ അമരക്കാരനുമായ ഇ വത്സരാജ് അധ്യക്ഷത വഹിച്ചു. പുതുച്ചേരി നിയമസഭാ സ്പീക്കർ ആർ ശെൽവം, കൃഷിമന്ത്രി തേനി ജയകുമാർ, ഡെപ്യൂട്ടി സ്പീക്കർ രാജവേലു എന്നിവർ വിശിഷ്ടാതിഥികളായി. മാഹി MLA രമേശ് പറമ്പത്ത് മുഖ്യഭാഷണം നടത്തി. സെക്രട്ടറിമാരായ ജയന്ത് കുമാർ IAS, പുതുച്ചേരി കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ യശ്വന്തയ്യ, മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D മോഹൻകുമാർ എന്നിവർ സംസാരിച്ചു.